യുഎസിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റീറ്റെയിൽ കമ്പനിക്ക് അവരുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ലഭിച്ച കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എത്രയാണെന്നറിയോ? അറൌണ്ട് 550 കാൻഡിഡേറ്റ്സ്. ഞാൻ കൂടി ഇൻവോൾവ് ആയിരുന്ന ഒരു ഇന്റർവ്യൂ പ്രോസസ് ആയിരുന്നു അത്. സോ ഐ ആം ഷെയറിംഗ് മൈ എക്സ്പീരിയൻസ് ഹിയർ. ഈ 550 കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻസിൽ നിന്നും ആകെ 21 പേർക്കാണ് ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. അതിൽ നിന്നും ആകെ 8 പേരാണ് ഫൈനൽ റൗണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആകുന്നത്. ഈ ഷോർട്ട് ലിസ്റ്റ് ആയ 8 പേരിൽ 7 പേർക്കും അറൌണ്ട് 5 to 8 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാൻഡിഡേറ്റിന് മാത്രം 2.5 വർഷം എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 2.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണ് ആ ജോബ് ഇന്റർവ്യൂവിന് സെലക്ട് ആകുന്നത്. എങ്ങനെ? ഹയറിംഗ് മാനേജേഴ്സിന് ആ കാൻഡിഡേറ്റിന്റെ കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു 2.5 വർഷം കാലം കൊണ്ട് അയാൾ പഠിച്ചെടുത്ത സ്കിൽസ്, ആ ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് റിക്വയർഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ജോബ് പൊസിഷൻ വാസ് ഇംപ്രസീവ്. അത് മാത്രമല്ല, ഹയറിംഗ് മാനേജേഴ്സിന് മനസ്സിലായി ദിസ് കാൻഡിഡേറ്റ് ഹാസ് വെരി ഗുഡ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹി ഹാസ് ദ വില്ലിംഗ്നെസ് ടു ലേൺ ന്യൂ തിങ്സ്. ഈ കാൻഡിഡേറ്റിന് ഹി ഹാഡ് വെരി ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് ഹി ഹാഡ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒന്നും ഈ കാൻഡിഡേറ്റിന് അറിയില്ലായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇന്റർപേഴ്സണൽ സ്കിൽസും ഉപയോഗിച്ച് മാനേജ് ചെയ്തെന്നുള്ളതാണ് ഇംപ്രസീവ്. അത് മാത്രമല്ല, ഹയറിംഗ് മാനേജേഴ്സിന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഹി കുഡ് ബി എ വെരി ഗുഡ് ടീം പ്ലെയർ ആൻഡ് ഹി കുഡ് ബി എ കൾച്ചറൽ ഫിറ്റ്.